ഓഫ് UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-യിൽ ഇന്ന് നടന്ന സംഭവവികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നേതാവ് കെയർ സ്റ്റാമറുടെ ക്രൂരമായ നയങ്ങളും സമ്മാനങ്ങൾ സ്വീകരിച്ചിലുള്ള ഇരട്ടത്താപ്പും കാരണം താൻ ലേബർ പാർട്ടി വിടുകയാണെന്ന് കാൻറ്റർബറി MP റോസി ഡഫീൽ പറഞ്ഞു. സൺഡേ ടൈംസ് പ്രസിദ്ധീകരിച്ച രാജിക്കത്തിൽ ശീതകാല ഇന്ധന പേയ്മെന്റ് സ്ക്രാപ്പ് ചെയ്യുകയും 2 കുട്ടികളുടെ ആനുകൂല്യ പരിധി നിലനിർത്തുകയും ചെയ്യുമ്പോൾ 10,000-കണക്കിന് പൗണ്ട് വിലമതിക്കുന്ന സമ്മാനങ്ങൾ സ്വീകരിക്കുന്ന പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന്റെ ഹിപ്രോക്രസിയെ കാൻറ്റർബറി MP കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ ആന്തരിക വൃത്തങ്ങളും ചെയ്തതിൽ ഞങ്ങൾ ലജ്ജിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രിയെ രൂക്ഷമായി കുറ്റപ്പെടുത്തി തന്റെ രാജിക്കത്തിൽ പറഞ്ഞത്. ഒരു സ്വതന്ത്ര MP-യായി ഇരിക്കാനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്ന് ഡെഫീൽഡ് കത്തിൽ പറയുന്നു. പാർലമെന്റിലെ സ്വതന്ത്ര MP-മാരുടെ എണ്ണം ഇപ്പോൾ 14 ആധുനിക ബ്രിട്ടീഷ് രാഷ്ട്രീയ ചരിത്രത്തിൽ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും വേഗത്തിൽ പാർട്ടി വിടുന്ന MP-യാണ് മിസ് റോസി. ജോലിക്കുള്ള വസ്ത്രങ്ങൾക്കും കണ്ണടകൾക്കുമായി 16,000-ൽ പരം പൗണ്ടിൽ കൂടുതൽ ലഭിച്ചതായും ലേബർ പാർട്ടി ഡോണറായ വഹീദ് അലിയിൽ നിന്ന് തന്റെ ഭാര്യയ്ക്കുള്ള കൂടുതൽ സംഭാവനകളും ലഭിച്ചതായി പുറത്തു വന്നതിന് ശേഷം പ്രധാനമന്ത്രി വിമർശനങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലെബനൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കെ ഉടൻ വെടിനിർത്തൽ വേണമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി. രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാൻ ഉടൻ വെടിനിർത്തൽ ഉണ്ടാകണമെന്ന് ഡേവിസ് ലാമി പറഞ്ഞു. ലെബനീസ് ഇസ്രായേൽ ജനതയുടെ സുരക്ഷയും സ്ഥിരതയും പുനഃസ്ഥാപിക്കാനുള്ള ഏക മാർഗം നയതന്ത്രപരമായ പരിഹാരമാണെന്നും വിദേശകാര്യ സെക്രട്ടറി കൂട്ടിച്ചേർത്തു. ലെബനൻ പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റിയുമായി ഡേവിഡ് ലാമി സംസാരിച്ചു. അതേസമയം ഇസ്രായേൽ വ്യോമാക്രമണത്തെ തുടർന്ന് ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവ് ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടു. 9 മാസം പ്രായമായ കുട്ടികൾക്കുള്ള ലേബർ സർക്കാരിന്റെ നഴ്സറി പദ്ധതിയിൽ ആശങ്ക രേഖപ്പെടുത്തി വിദഗ്ധർ. ഗവൺമെന്റ് വാഗ്ദാനം ചെയ്ത 1,00,000-ൽ പരം പുതിയ നഴ്സറി പ്ലേസസ് അക്കോമഡേറ്റ് ചെയ്യാനുള്ള പ്രൈമറി സ്കൂളുകൾക്ക് മതിയായ സ്ഥലമോ സ്പെഷ്യലിസ്റ്റ് സൗകര്യങ്ങളോ ജീവനക്കാരോ ഇല്ലായിരിക്കാം എന്ന് ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പെർട്സ് മുന്നറിയിപ്പ് നൽകുന്നു. അടുത്ത സെപ്റ്റംബർ മുതൽ 9 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളുടെ യോഗ്യരായ രക്ഷിതാക്കൾക്ക് ആഴ്ചയിൽ 30 മണിക്കൂർ സൗജന്യ ശിശുപാലനം എന്ന വാഗ്ദാനം നിറവേറ്റാൻ മതിയായ സ്ഥലങ്ങൾ സൃഷ്ടിക്കാൻ ലേബർ സർക്കാർ കടുത്ത സമ്മർദ്ദത്തിലാണ്. ലേബർ സർക്കാരിന്റെ ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ UK-യിൽ ജനനിരക്ക് കുറയുന്നതിന്റെ ഫലമായി ശൂന്യമായ പ്രൈമറി സ്കൂളുകളിൽ 300 പുതിയ സ്റ്റേറ്റ് നഴ്സറികൾ തുറക്കുമെന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിഡ്ജറ്റ് ഫിലിപ്സൺ കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിനായുള്ള 15 മില്യൺ പൗണ്ട് മൂലധന ധനസഹായം ഈ ചെറിയ കുട്ടികളെ സ്വീകരിക്കാൻ പ്രൈമറി സ്കൂളുകൾ തയ്യാറാകുന്നതിനുള്ള ചെലവ് വഹിക്കാൻ പര്യാപ്തമല്ലെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ഇംഗ്ലണ്ടിലെ 5 വയസ്സിന് താഴെയുള്ളവർക്ക് പരിചരണവും വിദ്യാഭ്യാസവും നൽകുന്ന 14,000 ദാതാക്കളെ പ്രതിനിധീകരിക്കുന്ന ഏർലി ഇയേഴ്സ് അലയൻസ് ഈ വേനൽക്കാലത്ത് നടത്തിയൊരു സർവേയിൽ ഏകദേശം 80% ദാതാക്കളും കഴിഞ്ഞ വർഷം ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെന്ന് കണ്ടെത്തി. 10-ൽ 6-ലധികം പേരും കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഈ മേഖല കുറഞ്ഞ വേതനം മൂലം പൂർണ്ണമായും ഉപേക്ഷിച്ചതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് സൃഷ്ടിച്ച് വംശീയാധിക്ഷേപം നേരിടുന്നയാളെന്ന പ്രതീതിയുണ്ടാക്കി വോട്ടർമാരുടെ സഹതാപം പിടിച്ചുപറ്റാനായി വിവാദ പോസ്റ്റുകളിട്ട ഫോർട്ട് ബെൻഡ് കൗണ്ടി ജഡ്ജ് KP ജോർജിന് തടവ് ശിക്ഷ. ജൂണിൽ അറസ്റ്റിലായ ഇദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ജയിലിലടച്ച് വാദികളോട് ജാമ്യത്തിൽ വിട്ടു. പത്തനംതിട്ട കോക്കത്താട് സ്വദേശിയായ ജോർജ് ടെക്സസിലെ ഫോർട്ട് ബെൻഡ് കൗണ്ടി ജഡ്ജിയായി ഏറ്റവും അധികം വോട്ട് നേടി ജയിച്ച വ്യക്തിയായിരുന്നു. 2022-ലെ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ എതിരാളിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരം വംശീയ വിദ്വേഷ പോസ്റ്റുകൾ നടത്താനായി ആന്റോണിയോ സ്കേലിവാഗ് എന്ന വ്യാജ അക്കൗണ്ട് ജോർജ് സൃഷ്ടിച്ചതായാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റിലെ ആദ്യകാല കുടിയേറ്റ മലയാളിയായ ജെയ്സൺ പൂവത്തൂർ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. വീട്ടിൽ വെച്ചുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നാണ് ജെയ്സൺ മരണമടഞ്ഞത്. റോയൽ വിക്ടോറിയ ഹോസ്പിറ്റൽ ജീവനക്കാരനായിരുന്ന ജെയ്സൺ പൂവത്തൂർ ബെൽഫാസ്റ്റ് സെന്റ് ഗ്രിഗോറിയസ് പള്ളിയുടെ സെക്രട്ടറി, ട്രസ്റ്റി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. 2000-ങ്ങളുടെ തുടക്കത്തിൽ ബെൽഫാസ്റ്റിലേക്ക് കുടിയേറിയ ജെയ്സൺ ഓംനി ബെൽഫാസ്റ്റ് അസോസിയേഷന്റെ പ്രവർത്തകനും പേട്രനുമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. സംസ്കാരം പിന്നീട് അടൂർ ഇളമണ്ണൂർ ഓർത്തഡോക്സ് പള്ളിയിൽ. തുടർച്ചയായ 5ാം തവണയും നെഹ്റു ട്രോഫി വള്ളംകളി സ്വന്തമാക്കി കാരിച്ചാൽ ചുണ്ടൻ. ആവേശോജ്വലമായ ഫൈനൽ മത്സരത്തിൽ 0.5 മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ വിയപുരം ചുണ്ടനെ പിന്നിലാക്കിയാണ് കാരിച്ചാൽ ട്രോഫി സ്വന്തമാക്കിയത്. എന്നാൽ കാരിച്ചാൽ ചുണ്ടന്റെ വിജയം അംഗീകരിക്കില്ലെന്നും സംഘാടകരുമായി ഒത്തുകളികളുണ്ടെന്ന ആരോപണവുമായി വിയപുരം ചുണ്ടനും നടുഭാഗം ചുണ്ടനും രംഗത്തെത്തി. ഭൂമാനം അവർക്ക് കുടപിടിച്ചു കൊടുക്കുന്നുണ്ട്. നഗ്ന നേത്രങ്ങൾ കൊണ്ട്, നഗ്ന നയനങ്ങൾ കൊണ്ട് ഒരിക്കലും നമുക്ക് വിധി എഴുതാൻ കഴിയില്ല. ഫോട്ടോ ഫിനിഷ് വേണ്ടി വരും. എവിടെ ഫോട്ടോ ഫിനിഷ്? ക്യാമറകളെ കണ്ണു തുറക്കുക. നിങ്ങൾക്ക് വേണ്ടി ഇതാ ഫൈനൽ അവസാനത്തെ 50 മീറ്ററെ തൊടുകയാണ്. ഒന്നിനൊന്ന് നടുവാണോ, KTBC ആണോ, കാരിയാണോ, BBC ആണോ, BBC ആണോ, വിയപുരമാണോ, നിരണമാണോ, BBC വിയപുരം, അതോ കാരി വിയപുരം, കാരി വിയപുരം, കാരി വിയപുരം, കാരി വിയപുരം, കാരി. മൈ ഗുഡ്നസ്. കൂടുതൽ UK, യൂറോപ്പ്, USA, ഓസ്ട്രേലിയൻ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.